ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എലി ശല്യങ്ങൾ ഇല്ലാതെയാക്കാൻ പല മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്. പക്ഷേ എലിയുടെ മരണത്തിലാണ് അവസാനിക്കുന്നത്. വിഷം വെച്ച് കൊല്ലാതെയും കെണി വെച്ച് പിടിക്കാതെയും എലികളെ നമുക്ക് നമ്മളുടെ വീട്ടിലെയും പരിസരത്തിൽ നിന്നും പൂർണ്ണമായി എലികളെ മാറ്റി നിർത്താൻ സഹായിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മളെ ഈ പവർഫുൾ റെമഡി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് പോയ ബ്രഷസ് ആണ്. എൻ്റെ പിള്ളേരുടെ പോയ ബ്രഷസ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. നമ്മൾ ക്ലീനിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ബ്രഷേ ഉപയോഗിക്കാവുള്ളൂ. പല്ല് തേക്കുന്ന ബ്രഷ് ഒട്ടും തന്നെ ഉപയോഗിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഇനിയും അടുത്തതായിട്ട് വേണ്ടിയത് നമുക്ക് 2 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടിയാണ് ഞാൻ ഈ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കടലപ്പൊടിയും എടുക്കാം, പിന്നെ കടല പൊടിച്ചതും എടുക്കാം, നെൽക്കടല ഇല്ലേ അത് പൊടിച്ചതും എടുക്കാം, കാഷ്യൂനട്ട് പൊടിച്ചത് എടുക്കാം, പിന്നെ അരിപ്പൊടി എടുക്കാം. ഏത് പൊടിയാണെങ്കിലും നിങ്ങൾക്കിത് എടുക്കാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല വലിയ 1 ടേബിൾ സ്പൂണോളം ഡിറ്റർജൻറ്റാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഡിറ്റർജൻറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഡിറ്റർജൻറ്റ് ലിക്വിഡ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ബേക്കിംഗ് സോഡയാണ്. 2 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കിന് അതിൻ്റെ തരിതരിപ്പും ലംസും ഒക്കെ ഒന്ന് മാറ്റി കിട്ടും. പിന്നെ നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളവും ഇട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. നമ്മൾ പൊടിയായിട്ട് വെച്ചാൽ എലി ഒന്നും അടുത്തേക്കൊന്നും വരില്ല. അതുകൊണ്ട് നമ്മൾ ഒന്ന് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് ചെയ്ത് കൊടുക്കണം. അപ്പം നല്ലോണം ഒന്ന് പേസ്റ്റായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയും ഏറ്റവും ആവശ്യമായിട്ട് എടുക്കുന്ന ഇൻഗ്രീഡിയൻ്റാണ് ഒരു ഇൻസെൻസ് സ്റ്റിക്കാണ് ഇത്. അതിന് അല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ പറ്റുന്നത് മോസ്കിറ്റോ കോയിൽ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ, ഗുഡ് നൈറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടിച്ച് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇൻസെൻസ് സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് ഒരെണ്ണം ഇങ്ങനെ പൊടിച്ച് ഇട്ട് കൊടുക്കണം അതിനകത്ത്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഇൻസെൻസ് സ്റ്റിക്കായിരുന്നു, അതാണ് ഞാൻ ഈ ഉപയോഗിച്ചേക്കുന്നത്. ഇത് ഏറ്റവും പോയ്സണസ് ഉള്ള സ്റ്റിക്സാണ്. നിങ്ങൾ പിള്ളേരുടെ കയ്യിലൊക്കെ കൊടുക്കുമ്പം തീർച്ചയായിട്ടും കൈ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ പിള്ളേർ എടുക്കുന്നതാണ് കത്തിക്കാൻ വേണ്ടി, പിള്ളേർ ഉപയോഗിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അപ്പം അത് കൊടുക്കുമ്പം നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കത്തിച്ച് കഴിയുമ്പോഴത്തേക്കിന് കൈ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇൻസെൻസ് സ്റ്റിക്കോ മോസ്കിറ്റോ കോയിലോ ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പാരസെറ്റമോൾ എക്സ്പയർഡ് ആയിട്ടുള്ള മെഡിസിൻസ് ഇല്ലേ അതും ചേർത്ത് കൊടുക്കാൻ പറ്റുമേ. അപ്പം തന്നെ ഇത് കഴിച്ചാൽ ഉടനെ എലികൾ ഓടിപ്പൊക്കോളും. ഇനിയും ഞാൻ എടുത്തേക്കുന്ന ന്യൂസ് പേപ്പറോ നോട്ട്ബുക്കിൻ്റെ പേജസോ എന്താണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് കാണാം ന്യൂസ് പേപ്പർ വെച്ചിട്ടുള്ള ഒരു സൂത്രം. ഇനി നമുക്ക് ആ പേസ്റ്റ് നമ്മൾ എടുത്തേക്കുന്ന ന്യൂസ് പേപ്പറിലോട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് കഴിച്ചാൽ ഉടനെ എലികൾ വീട്ടിൻ്റെ പരിസരത്തിൽ നിന്നും ഓടിപ്പൊക്കോളും. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് ട്രൈ ചെയ്തിട്ടുള്ള 100% റിസൾട്ടാണ് കിട്ടിയേക്കുന്നത്. കൂടാതെ എലികൾ വീട്ടിനകത്ത് ചത്തു കഴിഞ്ഞാൽ ഭയങ്കര ബാഡ് സ്മെല്ലും ഇൻഫെക്ഷനും ജേംസും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. കൂടാതെ നമുക്ക് ഈ എലി എവിടെ പോയി ചാവുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതന്ന് അവിടെ കിടന്ന് ഈ സ്മെല്ലൊക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് ഇത് കഴിച്ചാൽ ഉടനെ ഓടിപ്പൊക്കോളും. അതേപോലെ നമ്മൾ എടുത്തേക്കുന്ന ബ്രഷിൻ്റെ താൽഭാഗം ഇല്ലേ അവിടെ മൊത്തം ഈ പേസ്റ്റ് തേച്ച് കൊടുക്കുക. ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഉണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് അടിക്കണേ. ഷെയർ ചെയ്യണേ. ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെ കൂട്ടത്തിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ. പിന്നെ കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൻ്റെ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ചാനൽ. ഇനി ഈ പേസ്റ്റ് നമ്മൾ തേച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ബ്രഷ് എവിടെയാണ് വെക്കുന്നതെന്ന് ഞാൻ പറയാം.
ഈ മെയിൻ ഗേറ്റില്ലേ, നമ്മളുടെ മെയിൻ ഗേറ്റിൽ നിന്നാണ് ഈ എലികളൊക്കെ കയറി വരുന്നത്. മെയിൻ വിൻഡോയെ, മെയിൻ ഗേറ്റ്, മെയിൻ ഡോറ്, ഇതിൻ്റെ അടിയിലൊക്കെ കുറച്ച് സ്പേസ് കാണും. അവിടെയൊക്കെ നമുക്ക് ഈ ബ്രഷ് വെച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ കൂടാതെ നമ്മൾ ഈ ന്യൂസ് പേപ്പറെ തേച്ച് വെച്ചേക്കുന്ന സ്റ്റൗവിൻ്റെ അടിയിലും ഇത് വെച്ച് കൊടുക്കണം. കൂടാതെ ഗ്യാസിൻ്റെ അവിടെ വെച്ച് കൊടുക്കാൻ പറ്റും. കബോർഡിൻ്റെ അവിടെയൊക്കെ നമുക്കിത് വെച്ച് കൊടുക്കാൻ പറ്റുമേ. പക്ഷേ ഇത് രാവിലെ ആകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എടുത്ത് കളയണം. പിള്ളേർ എണീക്കുന്നതിൻ്റെ മുമ്പേ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് എടുത്ത് കളയാൻ സൂക്ഷിക്കുക. പിന്നെ ഇത് വെക്കുമ്പോഴത്തേക്കിന് ഡസ്റ്റ്ബിൻ്റെ കച്ചറ എല്ലാം കളഞ്ഞിരിക്കണം. ഒരു സാധനവും ഭക്ഷണ സാധനങ്ങൾ ഒന്നും വെക്കാൻ പാടില്ല കിച്ചണിൽ. ഇത് മാത്രമേ വെക്കാൻ പാടുള്ളൂ. എന്നാലേ എലി ഇത് വല്ലതും വന്ന് കഴിക്കത്തുള്ളൂ. കഴിച്ചിട്ട് ഓടിപ്പൊക്കോളും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.